ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ അരിത്തമാറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണിയിലെ അടുത്തൊരു ക്വസ്റ്റ്യനാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. 150നും 465നും ഇടയിൽ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന എത്ര സംഖ്യകളുണ്ട് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതേ മോഡൽ വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. 100നും 400നും ഇടയിൽ 7ന്റെ ഗുണിതങ്ങളായ എത്ര പൂർണ്ണസംഖ്യകളുണ്ട്? അതിൻ്റെ അതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ആദ്യം തന്നിരിക്കുന്ന നമ്പർ അതുപോലെ തന്നെ നമ്മൾ എടുക്കണം. അവസാനം തന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് എന്ത് ചെയ്യുക? 1 മൈനസ് ചെയ്യുക. 465 1 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 464 എന്ന് കിട്ടും. എന്നിട്ട് ഏത് നമ്പറാണോ തന്നിരിക്കുന്നത്, ഇവിടെ 3 ആണ് തന്നിരിക്കുന്നത് അല്ലേ, അപ്പോൾ 3 കൊണ്ട് എന്ത് ചെയ്യുക? ഈ 2 നമ്പറിനെയും ഡിവൈഡ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ 150നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം, 464നെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ കിട്ടുന്ന ഹരണഫലത്തിൻ്റെ വ്യത്യാസമായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ 15 ആണ്. അപ്പോൾ 3ൽ 5 ടൈംസ് 15 വരുന്നുണ്ട്. എത്ര കിട്ടും? 0 നേരെ മേളിലോട്ട് പോകുമ്പോൾ 15 കിട്ടും അല്ലേ. ഇനി 464 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴോ 3ൽ ഒരു പ്രാവശ്യമാണ് അല്ലേ, അപ്പോൾ 3 വരും. റിമൈൻഡർ എത്ര വരും? 1 വരും അല്ലേ. മൈനസ് ചെയ്യുമ്പോൾ 1 കിട്ടും. പിന്നെ 6 താഴെ കൊണ്ടുവരിക, അപ്പോൾ 16 ആവും. 5 ടൈംസ് 15 ആണ്. ബാലൻസ് എത്ര വരും? 1 എന്ന് കിട്ടും. പിന്നെ അടുത്ത ഡിജിറ്റ് താഴോട്ട് കൊണ്ടുപോകുമ്പോൾ 14 എന്നാവും. 3ൻ്റെ ടേബിൾ എത്ര ടൈംസാ? 4 ടൈംസ് അല്ലേ. 4 ടൈംസ് 12 എന്ന് കിട്ടും അല്ലേ. റിമൈൻഡർ ഇവിടെ 2 കിട്ടും. നമുക്ക് റിമൈൻഡർ ആവശ്യമില്ല. നമുക്ക് ഏതാണ് വേണ്ടത്? ഹരണഫലമാണ് വേണ്ടത്. കോഷ്യൻ്റ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഇനി ഈ കോഷ്യൻ്റെ ഡിഫറൻസ് എടുക്കുക. ഓക്കെ അല്ലേ. ഇനി ഈ കിട്ടിയ ഹരണഫലങ്ങൾ രണ്ടും കൂടി എന്ത് ചെയ്യുക? വ്യത്യാസം എടുക്കുക. അപ്പം 154ഉം 50ഉം തമ്മിലുള്ള വ്യത്യാസം എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 104 എന്ന് കിട്ടും. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്